Dear students, Plus 2 Computer Science Chapter 8 Database Management System Part 1. Database Management System, that means DBMS. What is meant by a data? Data are raw facts. That is, Database Management System means it is a collection of interrelated data. That means concept of database. Database management system is to provide an environment that is both convenient and efficient in storing and retrieving database information. നമ്മൾ ഡാറ്റാബേസ് എന്നുള്ളത് ഒരു ടേബിൾ ലൈക്ക് സ്ട്രക്ചർ അതിനകത്ത് റോസ് ആൻഡ് കോളംസ് ഉണ്ടാവും ആൻഡ് ദാറ്റ് ഡാറ്റ ആർ ഇന്റർ റിലേറ്റഡ് ആൻഡ് ഇറ്റ് ഈസ് കൺവീനിയൻറ്റ് ആൻഡ് എഫിഷ്യൻറ്റ് ഫോർ സ്റ്റോറിങ് ആൻഡ് റിട്രീവിങ് ഡാറ്റ ഓർ ഇൻഫർമേഷൻ. ആൻഡ് ഡാറ്റാബേസിന് മുമ്പായിട്ട് നമ്മൾ യൂസ് ചെയ്തിരുന്നത് ഫയൽ മാനേജ്മെൻറ്റ് സിസ്റ്റമായിരുന്നു. നമ്മൾ കൺവെൻഷനലായിട്ട് യൂസ് ചെയ്തിരുന്നത് ഫയൽ മാനേജ്മെൻറ്റ് സിസ്റ്റമായിരുന്നു. പക്ഷേ നമ്മൾ ഫയൽ മാനേജ്മെൻറ്റ് സിസ്റ്റം ഹാസ് മെനി ഡ്രോബാക്സ് ആൻഡ് ദേ ആർ we must keep more copies of the same data for the different application. This storage leads to duplication of data. അതായത് ഡിഫറെൻറ്റ് ആപ്ലിക്കേഷൻസിന് ഒരു ഡാറ്റയുടെ തന്നെ ഡിഫറെൻറ്റ് കോപ്പീസ് അല്ലെങ്കിൽ ഒന്നിലധികം കോപ്പീസ്, ഒരു ഡിഫറെൻറ്റ് ആപ്ലിക്കേഷന് സെയിം ഡാറ്റയുടെ ഡിഫറെൻറ്റ് കോപ്പീസ് അല്ലെങ്കിൽ സെയിം കോപ്പീസ് നമ്മൾ കീപ്പ് ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ അത് അങ്ങനെ അത്രത്തോളം കീപ്പ് ചെയ്യുന്നതുകൊണ്ട് ഇറ്റ് മേക്ക് ഡ്യൂപ്ലിക്കേഷൻ ഓഫ് ഡാറ്റ ഓർ റിപ്പീറ്റേഷൻ ഓഫ് ഡാറ്റ. And second one, there is no mechanism to protect the data from the inconsistent changes made by the different users accessing the database simultaneously. ഡിഫറെൻറ്റ് യൂസേഴ്സ് ഡാറ്റയിൽ എന്തെങ്കിലും ചേഞ്ച് വരുത്തി കഴിഞ്ഞാൽ അത് നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ഡിഫിക്കൽട്ടാണ്. ആൻഡ് ഇഫ് ദി ഡാറ്റ ആർ നോട്ട് പ്രോപ്പർലി ഓർഗനൈസ്ഡ്, റിട്രീവൽ ഓഫ് ഇൻഫർമേഷൻ വിൽ ബി ഡിഫിക്കൽട്ട് ആൻഡ് ദി ടൈം കൺസ്യൂമിങ് ആൻഡ് there may be a chances of inaccuracy in the information. അതായത് ഡാറ്റ പ്രോപ്പറായിട്ട് നമുക്ക് ഓർഗനൈസ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ആ ഡാറ്റ റിട്രീവ് ചെയ്യാൻ ഡിഫിക്കൽട്ടാണ്. അതുപോലെ തന്നെ ആ ഡാറ്റ റിട്രീവ് ചെയ്ത് എടുക്കാൻ തന്നെ നമുക്ക് എന്താണ് ഇറ്റ് ഇസ് മേ ബി ടൈം കൺസ്യൂം ചെയ്യും. അതുപോലെ തന്നെ ആക്യുറേറ്റ് ആയിട്ടുള്ളൊരു ഇൻഫർമേഷൻ ആയിരിക്കില്ല നമുക്ക് കിട്ടുക. ആൻഡ് നെക്സ്റ്റ്, ദർ ഈസ് നോ വേ ടു എൻഷുവർ ദാറ്റ് data is restored to a consistent state if the system crashes while the changes are being made. ഇത് സിസ്റ്റം ക്രാഷ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഡാറ്റ റിക്കവർ ചെയ്തെടുക്കാൻ ഡിഫിക്കൽട്ടാണ്. ആൻഡ് ദെൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം പ്രൊവൈഡ് ഓൺലി എ പാസ്വേഡ് മെക്കാനിസം ഫോർ സെക്യൂരിറ്റി. This is not sufficient flexible to enforce security policies in data. നമുക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒരു പാസ്വേഡ് പ്രൊവൈഡ് ചെയ്യും ഫോർ സെക്യൂരിറ്റി, ബട്ട് ഡാറ്റയ്ക്ക് അവിടെ ഒരു സെക്യൂരിറ്റിയും ഇല്ല. ആൻഡ് ദർ ഈസ് നോ സ്റ്റാൻഡേർഡൈസേഷൻ ഓഫ് ഓൺ ഡാറ്റ. അതായത് ഡാറ്റ നമ്മൾ എൻ്റർ ചെയ്യുന്ന ഡാറ്റ ഒന്നും വാലിഡ് ആയിരിക്കില്ല, നമ്മൾ അവിടെ ഒരു സ്റ്റാൻഡേർഡൈസേഷൻ ഉണ്ടായില്ല. അപ്പോൾ ഈ പ്രോബ്ലംസ്, ഈ ഡ്രോബാക്സ് ഒക്കെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡാറ്റാബേസ് എന്നുള്ളൊരു നമ്മുടെ ഒരു മെത്തേഡ് വന്നത്. ഡാറ്റാബേസ് എന്നുള്ളത് എന്താ പറഞ്ഞു? ഡാറ്റാബേസ് ഈസ് കളക്ഷൻ ഓഫ് ഇന്റർ റിലേറ്റഡ് ഡാറ്റ ടുഗദർ വിത്ത് മിനിമം റിഡൻഡൻസി ഇൻ എ മാനർ ദാറ്റ് മേക്സ് ആക്സസിബിൾ ഫോർ മൾട്ടിപ്പിൾ ആപ്ലിക്കേഷൻസ്. നമ്മൾ നേരത്തെ പറഞ്ഞ ഡിഫറെൻറ്റ് ആപ്ലിക്കേഷൻസ് സെയിം കോപ്പി തന്നെ നമുക്ക് റിപ്പീറ്റ് ചെയ്ത് യൂസ് ചെയ്യേണ്ടി വരും. ബട്ട് ബൈ യൂസിങ് ഡാറ്റാബേസ് ഇറ്റ് ഈസ് ആൻ ഓർഗനൈസ്ഡ് കളക്ഷൻ ഓഫ് ഇന്റർ റിലേറ്റഡ് data stored together with a minimum redundancy in a manner that makes them accessible for multiple applications. Multiple applications in redundancy avoid ചെയ്തിട്ടുള്ള ഇന്റർ റിലേറ്റഡ് ഡാറ്റ സ്റ്റോർ ചെയ്തിട്ട് അതൊരു ഓർഗനൈസ്ഡ് കളക്ഷൻ തന്നെയായിരിക്കും. ആൻഡ് database is a DBMS is a set of programs which facilitate storage, retrieval and management of database. By using DBMS we can the data can store, retrieve and manage of the database. And the main advantages of DBMS are database system are designed to manage large volume of information. By using DBMS we can manage large volume of information, and DBMS consists of a collection of data and a set of programs to access those data. The data are accessed by the programmer or the user with the and it is a collection of data. DBMS is the collection of data and a set of programs that programs are access those data. And the main advantages of DBMS are,
First one, controlling data redundancy. What is mean by the word redundancy? That is controlling the repetition of data. That is repetition can be avoided. That is the first point, controlling data redundancy. Then data consistency. By controlling data redundancy, the data consistency is solved. And third one, efficient data access. By DBMS we can access the efficient data, that is accurate data. And fourth point, data integrity. We can integrate all the data together. And fifth point, the data entered by using that DBMS, all the data are secured and we can share those data. We entered the data in a DBMS can share to one computer to another, or one file to another computer. We can share the data. Then seventh point, enforcement of the standards. All the standards are enforced by DBMS. And the last point, crash recovery. If the system fails, we can recover all the files. Then next, detailed study of the advantages. First point, data redundancy. We already said that data redundancy means repetition of data, that is duplication of data is called data redundancy. In a file management system, data may be repeated in many files. This leads to data redundancy. In file management system, that is the conventional file management system, for different application the same file copies different times. It may be that is mean by repetition of data. By using DBMS we can control the repetition. That is, in file management system data may be repeated in many files. This leads to data redundancy or data duplication or data repetition. But the DBMS keeps data at one place and all users and applications access the centrally maintained database. By using DBMS, many users can access the same data at one place for the different applications by accessing the centralized maintained database. And the second point is data consistency. Data redundancy leads to inconsistency. That is, when two entries about the same data does not match each other. For example, ഇപ്പോൾ നമ്മുടെ സ്കൂളിൽ തന്നെ നിങ്ങളുടെയൊക്കെ ഒരു ഡാറ്റ മാനേജ് ചെയ്യുന്നത് ഒന്നുകിൽ ക്ലാസ് ടീച്ചർ, ദെൻ ദ അതോറിറ്റി, ദാറ്റ് മീൻസ് ദ ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കും. അപ്പോൾ നമ്മളൊരു ഡാറ്റ മാച്ച് ചെയ്യുന്നത്, അതായത് ഒരു ക്ലാസ് ടീച്ചറിൻ്റെ ഉള്ള ഒരു ഇൻഫോർമേഷൻ ആയിരിക്കില്ല, ചിലപ്പോൾ എന്തെങ്കിലും ഒരു ചേഞ്ച് വന്നു കഴിഞ്ഞാൽ ക്ലാസ് ടീച്ചറിൻ്റെ ഉള്ളൊരു ഇൻഫർമേഷൻ ആയിരിക്കില്ല പ്രിൻസിപ്പളിൻ്റെ കയ്യിലുണ്ടാവുക. അപ്പോൾ നമ്മൾ ആ ഡാറ്റ തമ്മിൽ മാച്ച് ആവണം. അപ്പോൾ അങ്ങനെയുള്ള കേസിലൊക്കെയാണ് നമ്മൾ ഡാറ്റ കൺസിസ്റ്റൻ്റ് ആവാമെന്ന് നോക്കുക. ഡാറ്റ റിഡൻഡൻസി നമ്മൾ അവോയ്ഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അവിടുത്തെ ഡാറ്റ എല്ലാം കൺസിസ്റ്റൻ്റ് ആയിരിക്കും. പക്ഷേ കൺവെൻഷണൽ സിസ്റ്റത്തിൽ എങ്ങനെയാണ്, നമ്മൾ പറഞ്ഞു കോപ്പീസ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരും. അപ്പോൾ ഡാറ്റ കൺസിസ്റ്റൻ്റ് എന്ന് വെച്ചാൽ ഡാറ്റ റിഡൻഡൻസി ലീഡ്സ് ടു ഇൻകൺസിസ്റ്റൻസി. ദാറ്റ് ഈസ് വെൻ ടു എൻട്രീസ് അബൌട്ട് ദി സെയിം ഡാറ്റ ഡസ് നോട്ട് മാച്ച് ഈച്ച് അതർ. And an inconsistent database provide incorrect data. If the data are inconsistent, then the data is incorrect. Inconsistent database provide incorrect data. Then inconsistency can be controlled by controlling data redundancy. That is inconsistent. അതായത് നമ്മൾ repetition of the data avoid ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഡാറ്റ എന്തായിരിക്കും, കൺസിസ്റ്റൻ്റ് ആയിരിക്കും. And the next point is efficient data access. By using DBMS, all the data entered are efficient. That is, a DBMS provide an efficient access to database. And the fourth point, data integrity. Data integrity refers to correctness of the data stored in the database. That is, നമ്മൾ എൻ്റർ ചെയ്ത ഡാറ്റ എല്ലാം കറക്റ്റ് ആണെന്നുള്ളത് കൊണ്ടാണ് ഡാറ്റ ഇൻറ്റഗ്രിറ്റി മെയിൻ ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഡാറ്റ ഇൻറ്റഗ്രിറ്റി റെഫേഴ്സ് ടു ദി കറക്റ്റ്നെസ് ഓഫ് ദി ഡാറ്റ സ്റ്റോർഡ് ഇൻ ദി ഡാറ്റാബേസ്. ഇറ്റ് ഈസ് മെയിൻറ്റൈൻഡ് ത്രൂ ഇംപ്ലിമെൻറ്റിംഗ് റൂൾസ് ആൻഡ് പ്രൊസീജിയർ. There are some rules and procedure to create or implementing database management database. അതായത് നമ്മൾ സർട്ടൻ റൂൾസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ഫോളോ ചെയ്ത് അല്ലെങ്കിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഡാറ്റ ഒരു DBMSലേക്ക് കൊടുക്കാറുള്ളത്. സോ ഡാറ്റ ഇൻറ്റഗ്രിറ്റി ഈസ് മെയിൻറ്റൈൻഡ്. ദാറ്റ് ഈസ് ഇൻറ്റഗ്രിറ്റി മീൻസ് കറക്റ്റ്നെസ് ഓഫ് ദി ഡാറ്റ മെയിൻറ്റൈൻഡ് ത്രൂ ഇംപ്ലിമെൻറ്റിംഗ് റൂൾസ് ആൻഡ് പ്രൊസീജിയർ. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ done by using error checking and validation. എറർ ചെക്കിങ്ങും വാലിഡേഷനും ഒക്കെ ചെയ്യുന്നത് കൊണ്ടാണ്
DBMSലെ ഡാറ്റയെല്ലാം നമ്മൾ കറക്റ്റാണെന്ന് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് അഡ്വാൻറ്റേജസ് ഡാറ്റ സെക്യൂരിറ്റി. ഡാറ്റ സെക്യൂരിറ്റി റിഫേഴ്സ് ദ പ്രൊട്ടക്റ്റിംഗ് ഓഫ് ഡാറ്റ അഗൻസ്റ്റ് ദ ആക്സിഡൻ്റൽ ലോസ് ഓർ ഡിസ്ക്ലോഷർ. അതായത് ഡാറ്റ സെക്യൂരിറ്റി എന്താ ഉദ്ദേശിക്കുന്നത്, നമ്മൾ കൊടുക്കുന്ന ഡാറ്റയെല്ലാം സെക്യൂർഡ് ആയിട്ടിരിക്കണം. അതായത് ആക്സിഡൻ്റൽ ലോസ് ആയിട്ട് നമ്മുടെ ഡാറ്റയൊന്നും ലോസ് ആകാതെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുക, ഡാറ്റ സെക്യൂരിറ്റി. ആൻഡ് ഇറ്റ് ക്യാൻ ബി ഡൺ യൂസിങ് password. That means data security refers to protecting data against accidental loss or disclosure, and the data security can be done using passwords. നമ്മളിപ്പോൾ എല്ലാ ഇതിലും ഡാറ്റാബേസിലും എല്ലാത്തിലും പാസ്വേഡ്സ് തന്നെയാണ് യൂസ് ചെയ്യാറുള്ളത്. ആൻഡ് 6th point, ഷെയറിംഗ് ഓഫ് ഡാറ്റ. By using DBMS we can share the data among multiple programs and users at the same time. നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഡാറ്റ നമുക്ക് ഷെയർ ചെയ്യാനായിട്ട് സാധിക്കും. അത് നമ്മുടെ വർക്കിംഗ് തന്നെ അത് കുറയ്ക്കും. അതായത് ഒരു സിസ്റ്റത്തിൽ നിന്നെങ്കിൽ ആ പ്രോഗ്രാംസിനോ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ പ്രോഗ്രാംസിനും യൂസേഴ്സിനും നമുക്ക് ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ ടൈം അവിടെ നമുക്ക് സേവ് ചെയ്യാനായിട്ടും പറ്റും. ആൻഡ് നെക്സ്റ്റ് എൻഫോഴ്സസ് സ്റ്റാൻഡേർഡ്സ്. ഡാറ്റാബേസ് എൻഫോഴ്സ് സ്റ്റാൻഡേർഡ്, അതായത് എന്താ പറയുക, അതായത് നമ്മൾ കൊടുക്കുന്ന എല്ലാ ഡാറ്റയും നമ്മൾ സ്റ്റാൻഡേർഡ് ആയിരിക്കും. ആൻഡ് ദീസ് സ്റ്റാൻഡേർഡ് മേ ബി ലേഡ് ഔട്ട് ബൈ ദ ഓർഗനൈസേഷൻ ഓർ ഇൻഡിവിജ്വൽ ഹൂ യൂസ് ദി ഡാറ്റാബേസ്. അതുകൊണ്ട് തന്നെ ആരൊക്കെയാണോ ഈ ഡാറ്റ യൂസ് ചെയ്യുന്നത്, മേ ബി ഇറ്റ്സ് ആൻ ഓർഗനൈസേഷൻ ഓർ ആർ ഇൻഡിവിജ്വൽ, ദീസ് ഡാറ്റ മേ ബി ലേഡ് ഔട്ട് ബൈ ദി ഓർഗനൈസേഷൻ ഓർ ഇൻഡിവിജ്വൽസ്. And the last point is recovery. If the system failure occur, then all the data in the database management system, by using database management system we can recover all the data. അപ്പോൾ നമ്മൾ പറഞ്ഞു നമുക്ക് 8 അഡ്വാൻറ്റേജസ് ആണ് നമ്മൾ പഠിക്കുന്നത് ഇവിടെ. ഏതൊക്കെയായിരുന്നു? ഫസ്റ്റ് വൺ ഈസ് ഡാറ്റ റിഡൻഡൻസി, ദെൻ സെക്കൻഡ് വൺ ഈസ് ഡാറ്റ ഇൻകൺസിസ്റ്റൻസി, ആൻഡ് ദെൻ തേർഡ് വൺ ഈസ് data efficiency, and the fourth one is data integrity, then next one is data security, and sixth one is sharing of data, seventh one enforces standards, and the last one is recovery of the data. ഇത്രയാണ് നമ്മൾ അഡ്വാൻറ്റേജസ് ആയിട്ട് പഠിക്കുന്നത്. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്, എക്സാമിനൊക്കെ ചോദിക്കാറുണ്ട്. ഇനി അഡ്വാൻറ്റേജസ് കഴിഞ്ഞാൽ നെക്സ്റ്റ്, വാട്ട് ആർ ദ കമ്പോണൻസ് ഓഫ് എ ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം. ഒരു ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൽ എന്തൊക്കെയാണ് കമ്പോണൻസ് ഉള്ളതെന്നാണ്. ആൻഡ് ദി കമ്പോണൻസ് ആർ ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ, ഡാറ്റ, യൂസേഴ്സ്, ആൻഡ് ലാസ്റ്റ് വൺ പ്രൊസീജിയർ. അതായത് നമുക്ക് 5 കമ്പോണൻസ് ആണുള്ളത്. നിങ്ങളൊരു ഫിഗർ ഇവിടെ കണ്ടിട്ടുണ്ടാവും. അതിൽ നമ്മൾ ഹാർഡ്വെയർസ് ഉണ്ട്. ഹാർഡ്വെയർ എന്നുള്ളത് ചിലപ്പോൾ ഒരു സെർവർ ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കമ്പ്യൂട്ടറും അതിന് ഡിപ്പെൻഡ് ആയിട്ടുള്ള എല്ലാ ഡിവൈസസ് ആണ് ഹാർഡ്വെയർ പറയുന്നത്. ദെൻ അതുപോലെ തന്നെ നമുക്ക് എന്തുണ്ടാവും, സോഫ്റ്റ്വെയർ ഉണ്ടാവും. അത് പല സോഫ്റ്റ്വെയർസ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ നമുക്ക് നെക്സ്റ്റ് അതിലേക്ക് നമ്മൾ എൻ്റർ ചെയ്യുന്ന ഡാറ്റ, പിന്നെ ഈ ഡാറ്റയൊക്കെ ഒരു നമുക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ട് യൂസേഴ്സ് പല ടൈപ്പ് യൂസേഴ്സും വരാം. ആൻഡ് ഈ DBMS ഹാൻഡിൽ ചെയ്യുന്നതിന് നമ്മൾ സർട്ടൻ പ്രൊസീജിയർ ഫോളോ ചെയ്യണം. നമ്മൾ പറഞ്ഞു പ്രൊസീജിയേഴ്സ് ആൻഡ് റൂൾസ് ഒക്കെയാണ്, ആ പ്രൊസീജിയേഴ്സ് നമ്മൾ ഫോളോ ചെയ്യണം. ഇനി കമ്പോണൻസ് എന്താണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ദി ഫസ്റ്റ് കമ്പോണൻറ്റ് ഈസ് ഹാർഡ്വെയർ. ഹാർഡ്വെയർ ഈസ് ദി ആക്ച്വൽ കമ്പ്യൂട്ടർ സിസ്റ്റം used for storage and retrieval of the database. That means ഡാറ്റാബേസ് റിട്രീവ് ചെയ്യാനും അല്ലെങ്കിൽ സ്റ്റോർ ചെയ്യാനും നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കമ്പ്യൂട്ടറിനെയാണ് നമ്മൾ എന്ത് പറയുക, ഹാർഡ്വെയർ. ദാറ്റ് മീൻസ് ഹാർഡ്വെയർ ഈസ് ആൻ കമ്പ്യൂട്ടർ സിസ്റ്റം യൂസ്ഡ് ഫോർ സ്റ്റോറേജ് ആൻഡ് റിട്രീവൽ ഓഫ് database. And this hardware may be a server or a storage device, network device, and other supporting devices for keeping and retrieval of data. That means this hardware may be a server or a storage device, that means a hard disk, magnetic tape or like that, and network devices, hub, switch, router, like that, and maybe a supporting devices for keeping and retrieval of data retrieve ചെയ്യാനും നമുക്ക് സൂക്ഷിക്കാനും സപ്പോർട്ട് ചെയ്യുന്ന ഏതൊരു ഡിവൈസസും, അതുപോലെ തന്നെ സെർവർ കമ്പ്യൂട്ടേഴ്സും അല്ലെങ്കിൽ ഏതൊരു കമ്പ്യൂട്ടർ ഡിവൈസും, ദെൻ സ്റ്റോറേജ് ഡിവൈസസ്, ഹാർഡ് ഡിസ്ക്, മാഗ്നറ്റിക് ടൈപ്പ്, അങ്ങനെയുള്ള ഏതൊരു സ്റ്റോറേജ് ഡിസ്കും സ്റ്റോറേജ് ഡിവൈസസ് ആൻഡ് ഹബ്ബ്, സ്വിച്ച്, മോഡം, അതുപോലെയുള്ള നെറ്റ്വർക്ക് ഡിവൈസസ് ഒക്കെ നമ്മൾ ഹാർഡ്വെയർ ആയിട്ടാണ് DBMSൻ്റെ ഹാർഡ്വെയർസ് ആണ്. നെക്സ്റ്റ് ഈസ് സോഫ്റ്റ്വെയർ. വാട്ട് ഈസ് മീൻ ബൈ എ സോഫ്റ്റ്വെയർ? സോഫ്റ്റ്വെയർ ഈസ് പ്രോഗ്രാംസ്, അപ്ലിക്കേഷൻ പ്രോഗ്രാംസ് ആകാം അല്ലെങ്കിൽ യൂട്ടിലിറ്റീസ് ആകാം. ദാറ്റ് ഈസ് സോഫ്റ്റ്വെയർ കൺസിസ്റ്റ് ഓഫ് അപ്ലിക്കേഷൻ പ്രോഗ്രാം ആൻഡ് യൂട്ടിലിറ്റീസ്. DBMS ആക്ട് ആസ് എ ബ്രിഡ്ജ് ബിറ്റ്വീൻ യൂസർ ആൻഡ് ഡാറ്റാബേസ്. ഡാറ്റാബേസിൻ്റെയും യൂസറിൻ്റെയും ഒരു ബ്രിഡ്ജായിട്ടാണ് സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ഒരു DBMS ആക്ട് ചെയ്യുന്നത്.
All the requests from users for access to the database are handled by the database. That is, database handle all the request of the user for accessing the database. Next നമ്മൾ പറഞ്ഞു സോഫ്റ്റ്വെയർ കൺസിസ്റ്റ് ഓഫ് ആപ്ലിക്കേഷൻ പ്രോഗ്രാം ആൻഡ് യൂട്ടിലിറ്റീസ്. ആപ്ലിക്കേഷൻ പ്രോഗ്രാംസ് എന്തൊക്കെയായിരിക്കും? ആപ്ലിക്കേഷൻ പ്രോഗ്രാംസ് ആർ യൂസ്ഡ് ടു ആക്സസ് ഡാറ്റ ഫൗണ്ട് വിത്തിൻ ദി ഡാറ്റാബേസ്, ടു ജനറേറ്റ് റിപ്പോർട്ട്സ്, ടാബുലേഷൻ ആൻഡ് അതർ ഇൻഫർമേഷൻ ടു ഫെസിലിറ്റേറ്റ് ഡിസിഷൻ മേക്കിംഗ്. ആപ്ലിക്കേഷൻ പ്രോഗ്രാം എന്നുള്ളത് നമ്മുടെ ഡാറ്റാബേസിൽ, അതായത് റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യാനും ടാബുലേറ്റ് ചെയ്യാനും അല്ലെങ്കിൽ അതർ ഇൻഫർമേഷൻസ് ഒരു ഡിസിഷൻ മേക്കിങ്ങിനെ ഫെസിലിറ്റേറ്റ് ചെയ്യാനുള്ള ഇൻഫർമേഷൻസ് ഒക്കെ ഹാൻഡിൽ ചെയ്യുന്ന അല്ലെങ്കിൽ അവർ ആക്സസ് ചെയ്യുന്ന ഒരു ഡാറ്റേനെ അല്ലെങ്കിൽ ഡാറ്റാബേസിനെ നമ്മൾ എന്ത് പറയുക, ഇതെല്ലാം നമ്മൾ യൂസ് ചെയ്യുന്നത് ആപ്ലിക്കേഷൻ പ്രോഗ്രാംസ് യൂസ് ചെയ്തിട്ടാണ്. ദാറ്റ് ഈസ് ആപ്ലിക്കേഷൻ പ്രോഗ്രാം ആർ യൂസ്ഡ് ടു ആക്സസ് ദി ഡാറ്റ ഫൗണ്ട് വിത്തിൻ ദി ഡാറ്റാബേസ്, ടു ജനറേറ്റ് ഡാറ്റാബേസിലുള്ള ഡാറ്റേനെ ആക്സസ് ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് ആപ്ലിക്കേഷൻ പ്രോഗ്രാം. എന്ന ഡാറ്റാബേസ് യൂസ്ഡ് ടു ജനറേറ്റ് റിപ്പോർട്ട്, ടാബുലേഷൻ ആൻഡ് അതർ ഇൻഫർമേഷൻ ഫെസിലിറ്റേറ്റ് ഡിസിഷൻ മേക്കിംഗ്. ആൻഡ് ദി യൂട്ടിലിറ്റീസ് ആർ ദി സോഫ്റ്റ്വെയർ ടൂൾസ് യൂസ്ഡ് ടു ഹെൽപ്പ് മാനേജ് ദി ഡാറ്റാബേസ് സിസ്റ്റം. ദാറ്റ് ഈസ് യൂട്ടിലിറ്റീസ് എന്നുള്ളത് എന്താ? ഡാറ്റാബേസ് സിസ്റ്റത്തിനെ മാനേജ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ടൂൾസ് ആണ് യൂട്ടിലിറ്റീസ്. ആൻഡ് നെക്സ്റ്റ് ഈസ് ഡാറ്റ. ഡാറ്റ ആണ് DBMSലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ്. ദാറ്റ് ഈസ് ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം. സോ ഡാറ്റ ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് കമ്പോണൻറ്റ് ഓഫ് DBMS. Database contain operational data and metadata. Metadata means data about the data. That is, database എന്തൊക്കെ ഉണ്ടാവും? ഓപ്പറേഷണൽ ഡാറ്റ ഉണ്ടാവും, ഡാറ്റ അബൌട്ട് ദി ഡാറ്റ ഉണ്ടാവും. ആൻഡ് ദി തേർഡ് പോയിന്റ്, ഡാറ്റ ഇൻ ദി DBMS ഈസ് ഓർഗനൈസ്ഡ് ഇൻ ദി ഫോം ഓഫ് ഫീൽഡ് റെക്കോർഡ് ഫയൽസ്. ഡാറ്റ എന്നുള്ളത് നമുക്ക് 3 ടൈപ്പായിട്ടാണ് ഓർഗനൈസ് ചെയ്തിട്ടുള്ളത്. ഫീൽഡ് റെക്കോർഡ് ഫയൽസ്, അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇനി നെക്സ്റ്റ് നമ്മൾ ഇപ്പോൾ പറഞ്ഞു വരുന്നത് കമ്പോണൻസ് ഓഫ് DBMS ആണ്. ഫസ്റ്റ് കമ്പോണൻറ്റ് ഈസ് ഹാർഡ്വെയർ, സെക്കൻഡ് സോഫ്റ്റ്വെയർ, തേർഡ് ഈസ് ഡാറ്റ ആൻഡ് ദി ഫോർത്ത് ഈസ് യൂസേഴ്സ്. യൂസേഴ്സ് ആക്സസ് ദി ഡാറ്റ ബൈ യൂസിങ് ആപ്ലിക്കേഷൻ പ്രോഗ്രാംസ്. യൂസേഴ്സ് പല ടൈപ്പുള്ള യൂസേഴ്സ് ഉണ്ട്. നമ്മളും ഇപ്പോൾ വെബ്സൈറ്റ് അല്ലെങ്കിൽ ഡാറ്റാബേസിൽ നമ്മളും ഒരു യൂസർ തന്നെയാണ്. യൂസേഴ്സ് ആക്സസ് ദി ഡാറ്റ ബൈ യൂസിങ് ആപ്ലിക്കേഷൻ പ്രോഗ്രാംസ്. ആപ്ലിക്കേഷൻ പ്രോഗ്രാംസ് യൂസ് ചെയ്ത് ഡാറ്റ ആക്സസ് ചെയ്യുന്നത് ആരാണോ അവരാണ് യൂസേഴ്സ്. ഡിപ്പെൻഡിങ് ഓൺ ദി മോഡ് ഓഫ് ഇൻറ്ററാക്ഷൻ വിത്ത് എ ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം, യൂസേഴ്സ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു ഡിഫറെൻറ്റ് ടൈപ്പ്. പലരും പല ടൈപ്പായിട്ടാണ്, പല ടൈപ്പ് യൂസേഴ്സ് നമുക്ക് വരും ഡിപ്പെൻഡിങ് അപ്പോൾ ദി ഇൻട്രാക്ഷൻ വിത്ത് ദി DBMS ആയിട്ട് എങ്ങനെയാണോ ഇൻട്രാക്ട് ചെയ്തത് ആ ടൈപ്പിൻ്റെ മോഡ് ഓഫ് ദ ഇൻട്രാക്ഷനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് there are different type of users. There are DBA, that is database administrator, then application programs, then sophisticated users and naive users. ഈ 4 ടൈപ്പ് യൂസേഴ്സ് ആണ് ഉള്ളത് നമുക്ക്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഏതൊക്കെയാണ്. യൂസേഴ്സ് ആക്സസ് ദി ഡാറ്റ ബൈ യൂസിങ് ആപ്ലിക്കേഷൻ പ്രോഗ്രാംസ്. ആപ്ലിക്കേഷൻ പ്രോഗ്രാംസ് യൂസ് ചെയ്തിട്ട് ഡാറ്റ ആക്സസ് ചെയ്യുന്നവരാണ് യൂസേഴ്സ്. ഡിപ്പെൻഡിങ് അപ്പോൺ ദി മോഡ് ഓഫ് ഇൻട്രാക്ഷൻ വിത്ത് ദി DBMS, യൂസേഴ്സ് ആർ ഡിഫറെൻറ്റ് ടൈപ്പ്. They are database administrator, that is DBA, application programmers, sophisticated users and naive users. ഈ യൂസേഴ്സിനെ കുറിച്ച് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. ആൻഡ് നെക്സ്റ്റ് കമ്പോണൻറ്റ് ഓഫ് ദി DBMS, പ്രൊസീജിയർ. Procedures are the rules and instructions that govern the design and use of a database. ഡാറ്റാബേസിനെ ഡിസൈൻ ചെയ്യാനും യൂസ് ചെയ്യാനും സർട്ടൻ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു, ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഉണ്ട്. ആ ഇൻസ്ട്രക്ഷൻസിനെയും ആ റൂൾസിനൊക്കെയാണ് നമ്മൾ എന്ത് പറയുക, പ്രൊസീജിയേഴ്സ് എന്ന് പറയാം. ഈ പ്രൊസീജിയേഴ്സ് എന്ന് പറഞ്ഞാൽ കുറച്ച് ടൈപ്പ് ഉണ്ട്. പ്രൊസീജിയേഴ്സ് മേ കൺസിസ്റ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ഓൺ ഹൗ ടു. there are 5 steps. Procedure may consist of instruction on how to. First step, log on to the DBMS. First we log on to the DBMS. Then second, use a particular DBMS facility or application program. ഏതാണോ നമ്മൾ യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ പ്രോഗ്രാം, ആ ഒരു ആപ്ലിക്കേഷൻ പ്രോഗ്രാം യൂസ് ചെയ്യണം. നമ്മൾ ആദ്യം DBMSലേക്ക് ലോഗ് ഓൺ ചെയ്യുക. ദെൻ യൂസ് എ പർട്ടിക്കുലർ DBMS ഫെസിലിറ്റി ഓർ ആപ്ലിക്കേഷൻ പ്രോഗ്രാം. ദെൻ തേർഡ് സ്റ്റെപ്പ്, സ്റ്റാർട്ട് and stop the DBMS. First we start the DBMS. First log on to the DBMS, then use a particular DBMS facility or application program. Then third, start the DBMS or stop the DBMS. Then സ്റ്റാർട്ട് ചെയ്ത ഉടനെ നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ദെൻ നമുക്ക് അടുത്ത സ്റ്റെപ്പുകൾ നമുക്ക് പ്രൊസീഡ് ചെയ്യാൻ പറ്റില്ല. സോ ഇൻ ദി തേർഡ് സ്റ്റെപ്പ് ദെൻ നമ്മൾ DBMS സ്റ്റാർട്ട് ചെയ്യാണ്. ആൻഡ് ഫോർത്ത് സ്റ്റെപ്പ്, മേക്ക് backup copies of the database or handle
ഹാർഡ്വെയർ ഓർ സോഫ്റ്റ്വെയർ ഫെയിലിയേഴ്സ്. ഫസ്റ്റ് നമ്മൾ അതിനുശേഷം എന്ത് ചെയ്യും, സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ബാക്കപ്പ് കോപ്പീസ് നമ്മൾ അവിടെ ഉണ്ടാക്കുകയാണ്. മേക്ക് ദി ബാക്കപ്പ് കോപ്പീസ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഡാറ്റാബേസ് അതിൻ്റെ ഹാർഡ്വെയർ അല്ലെങ്കിൽ ഡാറ്റാബേസ് ഹാൻഡിൽ ചെയ്യാൻ ഹാർഡ്വെയറോ സോഫ്റ്റ്വെയറൊക്കെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അതിനെന്തെങ്കിലും ഫെയിലിയേഴ്സ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളതൊക്കെ ബാക്കപ്പ് ചെയ്യണം. ആൻഡ് ഫിഫ്ത്ത്, recognize the database across multiple disks, improve performance or archive data to secondary storage. അതായത് മൾട്ടിപ്പിൾ ഡിസ്കിൽ നമ്മൾ റെക്കഗ്നൈസ് ചെയ്യണം നമ്മുടെ ഡാറ്റാബേസിനെ. എന്തിനു വേണ്ടിയിട്ടാണ്? ടു ഇംപ്രൂവ് ദി പെർഫോമൻസ്, അല്ലെങ്കിൽ ഡാറ്റ അർച്ചീവ് ചെയ്യാനും സെക്കൻഡറി സ്റ്റോറേജ് നമ്മുടെ ഡാറ്റ അർച്ചീവ് ചെയ്യും. അതുപോലെ അപ്പം പെർഫോമൻസ് ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് മൾട്ടിപ്പിൾ ഡിസ്കിൽ നിന്നാണ് നമ്മുടെ ഡാറ്റകളൊക്കെ റെക്കഗ്നൈസ് ചെയ്യുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും, സ്റ്റോപ്പ് ചെയ്യും. അതുകൊണ്ടാണ് തേർഡ് സ്റ്റെപ്പിൽ എന്തൊക്കെ പ്രൊസീജിയർ നമുക്ക് ചെയ്യാനുണ്ട് അതിനുശേഷം നമ്മൾ DBMS സ്റ്റോപ്പ് ചെയ്യാം. There are procedure may consist of instruction on how to. First step, log on to the DBMS, then use a particular DBMS facility or application program, then start and stop the DBMS. Then in the fourth step, we make the backup copies of the database or handle hardware or software failures. Fifth step, recognize the database across the multiple disks, improve performance or archive the ഡാറ്റ ടു സെക്കൻഡറി സ്റ്റോറേജ്. അപ്പോൾ 5 കമ്പോണൻസ് ആണ് നമുക്കുള്ളത്. ഫസ്റ്റ് വൺ ഈസ് ഏതായിരുന്നു നമ്മൾ ഫസ്റ്റ് പറഞ്ഞ കമ്പോണൻറ്റ്? ഹാർഡ്വെയർ, ദെൻ സോഫ്റ്റ്വെയർ, ദെൻ ഡാറ്റ, ദെൻ ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ, ഡാറ്റ, ദെൻ users, and the fifth one is procedure. Procedure means the rules and regulations to design or use a database. There are the procedure consists of 5 instructions. ഓക്കെ, അപ്പോൾ 5 കമ്പോണൻസ് നമ്മൾ പറഞ്ഞു. ഇപ്പോൾ നമ്മളിതിൽ ഒരു കാര്യം പറഞ്ഞിരുന്നു, ഡാറ്റയുടെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡാറ്റ എന്നുള്ളത് എന്താ? ഇറ്റ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് കമ്പോണൻറ്റ് ഓഫ് DBMS. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ദ ഡാറ്റ ഈസ് ഓർഗനൈസ്ഡ് ആസ് ഫീൽഡ് റെക്കോർഡ് ഫയൽസ്. അപ്പോൾ നമ്മൾ ഫീൽഡ് റെക്കോർഡ് ഫയൽസ് എന്താണെന്ന് നമുക്കിനി നോക്കാം. Database consists of collection of data, that is collection of interrelated data, and for effective storage and retrieval of data is organized as field record files. അപ്പോൾ നമുക്ക് ഡാറ്റ സ്റ്റോർ ചെയ്യാനും റിട്രീവ് ചെയ്യാനും ഈസി ആക്കാൻ വേണ്ടിയിട്ട്, എഫക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഡാറ്റയെ നമ്മൾ 3 ടൈപ്പായിട്ട് ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് ഫസ്റ്റ് വൺ ഈസ് ഫീൽഡ്, സെക്കൻഡ് വൺ ഈസ് റെക്കോർഡ്, ആൻഡ് തേർഡ് വൺ ഈസ് ഫയൽ. അപ്പോൾ അതെന്താണെന്ന് നോക്കാം. ഫീൽഡ് എന്നുള്ളത് എന്താ? എ ഫീൽഡ് ഈസ് ദി സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് ദി സ്റ്റോറേജ് ഡാറ്റ. അതായത് ഇപ്പോൾ ഒരു ടേബിൾ ലൈക്ക് സ്ട്രക്ചർ ആണെങ്കിൽ അതിലൊരു പർട്ടിക്കുലർ സെല്ലിനെയാണ് നമ്മൾ എന്ത് പറയുക? ഫീൽഡ് എന്ന് പറയുക. ദാറ്റ് ഈസ് എ ഫീൽഡ് ഈസ് എ സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് സ്റ്റോർഡ് ഡാറ്റ. ഈച്ച് ഫീൽഡ് കൺസിസ്റ്റ് ഓഫ് ഡാറ്റ ഓഫ് ദി സ്പെസിഫിക് ടൈപ്പ്. ഫോർ എക്സാമ്പിൾ റോൾ നമ്പർ, നെയിം, പ്ലേസ്, എക്സെട്ര. ഓരോ ഫീൽഡിലും എന്തെങ്കിലും ഒരു സ്പെസിഫിക് ടൈപ്പിലുള്ള ഒരു ഡാറ്റ ഉണ്ടാവും. അത് മേ ബി റോൾ നമ്പർ ആവാം, നെയിം ആവാം, പ്ലേസ് ആവാം, ഡേറ്റ് ഓഫ് ബർത്ത് ആവാം, ജെൻഡർ ആവാം, അങ്ങനെയുള്ള ഏത് വേണമെങ്കിലും ആകാം. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്മോളസ്റ്റ് യൂണിറ്റിനെ, DBMSലെ ഡാറ്റയിലെ സ്മോളസ്റ്റ് യൂണിറ്റിനെയാണ് നമ്മൾ എന്ത് പറയുക? ഫീൽഡ് എന്ന് പറയുക. ഇനി നെക്സ്റ്റ് റെക്കോർഡ്. റെക്കോർഡ് എന്നുള്ളത് കളക്ഷൻ ഓഫ് ഫീൽഡിനെയാണ് നമ്മൾ റെക്കോർഡ് എന്ന് പറയുക. കളക്ഷൻ ഓഫ് റിലേറ്റഡ് ഫീൽഡിനെയാണ് റെക്കോർഡ്. ദാറ്റ് മീൻസ് ഇപ്പോൾ ഒരു ടേബിൾ ആണെങ്കിൽ ടേബിളിലെ ഒരു സെല്ലിനെയാണ് നമ്മൾ ഫീൽഡ് എന്ന് പറയുക. ടേബിളിനെ ഒരു റോനെ നമ്മൾ എന്ത് പറയും? റെക്കോർഡ് എന്നും പറയും. കളക്ഷൻ ഓഫ് റിലേറ്റഡ് ഫീൽഡ്. ആൻഡ് തേർഡ് വൺ ഈസ് ഫയൽ. എ ഫയൽ ഈസ് എ കളക്ഷൻ ഓഫ് സെയിം ടൈപ്പ് ഓഫ് റെക്കോർഡ്സ്. കുറേ റെക്കോർഡുകളുടെ സെയിം ടൈപ്പ് ഓഫ്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ക്ലാസ്സിലൊരു 31 കുട്ടികളുണ്ടെങ്കിൽ 31 കുട്ടികൾക്കും നമ്മൾ ഓരോ റെക്കോർഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. റോൾ നമ്പർ 1 ഒരു റെക്കോർഡ്, എല്ലാ ഡീറ്റെയിൽസും ഉള്ളത് ഒരു ഫീൽഡിൻ്റെ കളക്ഷൻ. അതായത് റിലേറ്റഡ് ആയിട്ടുള്ള നെയിം, റോൾ നമ്പർ 1 ഏജ്, നെയിം, ഏജ്, അഡ്മിഷൻ നമ്പർ, അതുപോലെ അഡ്രസ്സ്, ദെൻ മാർക്കുകൾ, അതെല്ലാം ഒരു കളക്ഷൻ ആക്കിയിട്ടുണ്ടാകും. അങ്ങനെ എല്ലാ കുട്ടികളുടെയും റെക്കോർഡുകളുണ്ടാവും. അതെല്ലാം കൂടെയുള്ള ഒരു കളക്ഷനാണ് നമ്മൾ എന്ത് പറയുക? ഫയൽ എന്ന് പറയുക. ദാറ്റ് മീൻസ് എ ഫയൽ ഈസ് എ കളക്ഷൻ ഓഫ് സെയിം ടൈപ്പ് ഓഫ് റെക്കോർഡ്. നമ്മൾ ഇവിടെ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്, കണ്ടോ? ഇപ്പോൾ ഓരോ ഫീൽഡ് ഇതിൽ ഈ ഒരു ഡാറ്റാബേസിൽ ഓരോ ഫീൽഡുകളാണ്. അഡ്മിഷൻ നമ്പർ, നെയിം, ബാച്ച്, റിസൾട്ട്, മാർക്ക്. അതൊക്കെ സിമ്പിൾ ഏറ്റവും സ്മോളസ്റ്റ് യൂണിറ്റ് ആണ്. അപ്പോൾ ഇത് എല്ലാം കൂടി ആയി കഴിഞ്ഞപ്പോൾ അതെന്തായി?
ഒരാളുടെ, അതായത് അഡ്മിഷൻ നമ്പർ 101 അങ്ങനെയുള്ള ഒരാളുടെ റെക്കോർഡായി. ഇത് അടുത്ത ആളുടെ റെക്കോർഡ് 103യുടെ റെക്കോർഡാണ് ഈ കാണുന്നത്. ഇങ്ങനെയുള്ള എല്ലാ റെക്കോർഡുകളുടെയും ഒരു കളക്ഷനാണ് എന്ത്, ഫയൽ എന്നുള്ളത്. ഇപ്പോൾ ഇതിൽ നിങ്ങൾ നോക്കിയാൽ കാണാം, റെക്കോർഡ് എന്നുള്ളത് എന്താ, റിലേറ്റഡ് ഡാറ്റയുടെ കളക്ഷനാണ്, അല്ലെങ്കിൽ റിലേറ്റഡ് ഫീൽഡിൻ്റെ കളക്ഷനാണ് റെക്കോർഡ്. സ്മോളസ്റ്റ് യൂണിറ്റ് ആണ് ഫീൽഡ്. റിലേറ്റഡ് ഫീൽഡ്സിൻ്റെ കളക്ഷനാണ് റെക്കോർഡ്. കളക്ഷൻ ഓഫ് റെക്കോർഡാണ് ഫയൽ എന്നുള്ളത്. അപ്പോൾ നമ്മളിന്ന് പഠിച്ചത് എന്താണ്, ദാറ്റ് ഈസ് ഇൻട്രൊഡക്ഷൻ ടു DBMS. DBMS means database management system, and it has some advantages. Advantages are data redundancy, data inconsistency, sharing of data, efficient data access, data security, standards can be enforced, and crash recovery of data. And the main components of a DBMS is hardware, software, data, procedure, and the data is again organized as field, record, file. And field is the smallest unit of the data, and record means the related collection of fields, and the file is the collection of same type of record. Hope all these topics are clear to you. Thank you, students.